ഫ്രണ്ട്സ്, ഇത് സാംസങ്ങിൻ്റെ S23 അൾട്ര അറിയുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ നമ്മൾ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇത് എങ്ങനെയും ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു വാശിയിലെടുത്ത ഒരു ഫോണാണ്. കാരണം ഇതിൻ്റെ മുമ്പ് ചെയ്ത ടെക്നീഷ്യന്മാരെല്ലാം ഇത് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് റിട്ടേൺ കൊടുത്ത ഒരു ഫോണായിരുന്നു. ഈ ഒരു കേസ് നമ്മൾ എന്തായാലും ഇത് ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ തന്നെ എടുത്താണ്. ഇത് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വരുന്ന CPU അതുപോലെ ലെയർ ആണെങ്കിൽ 2 ലെയറും അൺകണ്ടീഷൻ ആയിരുന്നു. മീൻസ് അകത്ത് വരുന്ന ബോൾസ് എല്ലാം പുറത്തേക്ക് തള്ളിയിട്ടാണ് നിന്നത്. അപ്പോൾ എല്ലാ ലെയറും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലൈൻറ്റ് മീൻസ് അതിൻ്റെ അകത്ത് വരുന്ന ഷോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലെയർ എല്ലാം റീഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കറിയാം S22 അൾട്ര അതുപോലെ S23 അൾട്രയുടെ ഒക്കെ ലെയർ പറഞ്ഞില്ല അത്രയും ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബാക്കിയുള്ള മോഡലിനെ അപേക്ഷിച്ചിട്ട് ഇപ്പം നമ്മൾ OnePlus ആയിക്കോട്ടെ ബാക്കിയുള്ള മോഡലിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ലെയർ അറിയുന്നത് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതുപോലുള്ള ഹൈ വേരിയൻ്റ് ആയിട്ടുള്ള ഫോണുകൾ S23 S22 സീരീസ് എല്ലാം നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം. കാരണം ഈ ഒരു ഫോണിൻ്റെ ബോർഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 40,000 എബോവ് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഫോണൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഫോൺ എപ്പോഴും നമ്മുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടുന്ന ഫോൺ മറ്റൊരാൾ സർവീസ് ചെയ്തതാണെങ്കിൽ നമുക്ക് ഒരു 50 ചാൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം ഇതിൽ ഒരു ദിവസത്തിൽ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ സർവീസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നമുക്ക് അത്രയും